പ്രവാചകൻ ആവശ്യം ഇല്ല എന്ന് വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ദീൻ ഏത് ക്രമത്തിൽ ഉള്ളതാവണം? ഖിയാമം വരെ, ലോകത്തിന്റെ അവസാനം വരെ ഉള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും മാർഗദർശനം നൽകത്തക്കതാണ്. മാന്യ സുഹൃത്തുക്കൾ ആലോചിച്ചുകൊള്ളു. ലോകത്തിന്റെ അവസാന ഘട്ടം വരെ, ഖിയാമത്ത് വരെ, ലോകം അവസാനിക്കുന്നത് വരെ ഈ ലോകത്തിൽ ഉള്ള മുഴുവൻ ൾക്കും മാർഗദർശനം നൽകത്തക്ക ഒരു ദീൻ ആവേണ്ടതുണ്ട്. ആ നിലക്ക് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തത്വം നമ്മളെ അറിയിച്ചിട്ടും ഉണ്ട്. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും. ഹഖ് തആല പ്രഖ്യാപനം ചെയ്യുകയാണ്, ഞാൻ ദീനിനെ പരിപൂർണമാക്കിയിരിക്കുന്നു എന്ന്. ദീനിനെ പരിപൂർണമാക്കി എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രവാചകന് ഇനി ആവശ്യം ഇല്ല. ഈ ലോകത്തിൽ മറ്റൊരു പ്രവാചകൻ ഒരു ശരീഅത്തുമായി ഈ ലോകത്തിൽ വരേണ്ടതില്ല. ആ നിലയ്ക്ക് പരിപൂർണമാണ് ദീനിനെ, അതിന്റെ മുഴുവൻ വശങ്ങളും കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് എന്നാണ് ഹദീസ് നമ്മളെ അറിയിക്കുന്നത്. ലോകത്തിൽ ഏതെല്ലാം ജനവിഭാഗങ്ങൾക്കുണ്ട്, ആ ജനവിഭാഗങ്ങളെല്ലാം സ്പർശിച്ചുകൊണ്ട് അവരെ സംബന്ധിക്കുന്ന വിധിവിലക്കുകൾ, ശരീഅത്തിന്റെ മുഴുവൻ നിയമങ്ങളും, അവർ നടക്കേണ്ടുന്ന മുഴുവൻ ക്രമങ്ങളും, ആ ക്രമങ്ങളെ മുഴുവൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിക്ക് ഈ ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ആ വാക്കിന്റെ താല്പര്യം. നോക്കൂ നിങ്ങൾ ഈ സന്ദർഭത്തിൽ, അത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾ ആ അടിത്തറയിൽ നിലകൊള്ളുകയാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആ അടിത്തറയിൽ നിലകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം മറ്റൊരു നബുവത്തിന് ആവശ്യം ഇല്ല. ഒരു നബിയുള്ള ശരീഅത്തോട് കൂടിയിട്ട് പറഞ്ഞതല്ലേ? ശരീഅത്തില്ലാതെ എന്ന് മണ്ണാകത്തയോട് കൂടിയാണ് ആ നബി വരുന്നത്. ശരീഅത്തില്ല, അതേ സമയത്ത് നബിയാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? യാതൊരർത്ഥവും ഇല്ലല്ലോ. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്ത് പരിപൂർണമായിരിക്കയാൽ പിന്നീട് യാതൊരു നബിക്കും ആവശ്യം ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പരിശുദ്ധ വാക്യം തന്നെ ധാരാളം തെളിയിക്കുന്നുണ്ട്. ഇതോടുകൂടി നുബുവത്വവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു. നുബുവത്വവാദം ശരിയല്ല. നുബുവത്വവാദം സമ്മേളനത്തോടു കൂടി കാദിയാനിസത്തെയും അതുപോലെ തന്നെ നുബുവത്തിനെയും അറബിക്കഥയിൽ വലിച്ചെറിയുകയാണ്. ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട. മാന്യ സുഹൃത്തുക്കളൊന്ന് ചിന്തിച്ചു കൊള്ളാം. ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമാക്കി എന്ന് വരുമ്പോ പിന്നെ നുബുവത്തിന്റെ ആവശ്യം എവിടെയാണ്? വല്ല ആവശ്യവും പിന്നെ നുബുവത്തിനുണ്ടോ? എന്നിട്ടും നബിയാണെന്ന് വാദിച്ചുകൊണ്ട് ഉറപ്പില്ലാത്ത ചില ആളുകൾ ഈ സമുദായത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവരെ പിൻപറ്റാൻ വേണ്ടി ചില ആളുകൾ ഉദയുകയും ചെയ്യുക എന്നത് മഹാ അത്ഭുതത്തിൽപ്പെട്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചു കൊള്ളുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് പറയുന്ന വാക്കിന്റെ താല്പര്യവും അതിന്റെ അർത്ഥവും ഇനിയും ഉണ്ട്. ദീൻ പരിപൂർണമാക്കിയിരിക്കുന്ന മറ്റ് ശരീഅത്തിന് ആവശ്യമില്ല എന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്ക് ഈ ലോകത്തിൽ അവതരിപ്പിച്ച പരിശുദ്ധ ദീൻ, ആ ദീനിന്റെ മുഴുവൻ വശങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാന്യ സുഹൃത്തുക്കളും ചിന്തിച്ചു നോക്കാം. ഈ ലോകത്തിന്റെ മുമ്പാകെ ഏതെല്ലാം കാര്യങ്ങൾ സമർപ്പിച്ചോ ആ സമർപ്പിച്ച മുഴുവൻ കാര്യങ്ങളും അക്ഷരത്തിന്റെ വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന്. നാം അതിനെ സംരക്ഷിച്ചുകൊള്ളും എന്ന്. അതിന്റെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചതാണ്. ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ അതിൽ ലവലേശവും ഒരു അല്പമെങ്കിലും സ്വല്പമെങ്കിലും നഷ്ടപ്പെട്ടു പോകാതെ കണ്ട്
ഇന്ന് ഈ വരെ ആ സാധനം നിലവിൽ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിരിക്കുന്നു എന്ന് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത്രയും അതാണ്. ഈ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഈ ലോകത്ത് അവതരിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുമ്പോൾ ഈ മതത്തിൽ യാതൊരുവിധ നൂതന സമ്പ്രദായങ്ങളോ നൂതന സിദ്ധാന്തങ്ങളോ പുതിയ ആശയങ്ങളോ ഈ മതത്തിൽ കടത്തിക്കൂട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നതല്ല എന്നതൊരു കടുത്ത യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ഞങ്ങൾ അതിന്റെ മേൽ നിലകൊള്ളുകയാണ്, ആ വിശ്വാസത്തിൽ നിലകൊള്ളുകയാണ്. ഞങ്ങളുടെ പരിപൂർണമായ അടിസ്ഥാനവും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ മുമ്പാകെ എന്ത് അവതരിപ്പിച്ചു? ഏത് പരിപൂർണമായ ദീൻ ഈ ലോകത്തിന്റെ മുമ്പാകെ അവൻ അവതരിപ്പിച്ചു? ആ അവതരിപ്പിച്ച മുഴുവൻ സാധനങ്ങളും യാതൊരു വ്യത്യാസവും കൂടാതെ, ആ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം കൂടാതെ കണ്ട് അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ മറ്റ് യാതൊന്നിനും ഒരു പുതിയ യാതൊരുവിധ കണ്ടുപിടുത്തത്തിനും ആവശ്യം ഇല്ല തന്നെ. ഈ വിശ്വാസം ശരിയല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. അങ്ങനെ അത് ശരിയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് എവിടെ എത്തിയിരിക്കുന്നതെന്നാൽ SIO ആയിരിക്കും. SIO എന്ന് പറഞ്ഞാൽ സിയോണിസ്റ്റ്, കുറച്ച് കൂട്ടിയ സിയോണിസ്റ്റ്, അത് SIO ആയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് അവർക്ക് തന്നെ ഒരു പേര് നൽകിയിട്ടുണ്ട്, സ്നേഹത്താക്കപ്പെട്ട ഒരു പേര് ആ നിലക്കെത്തിയിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടനത്തിൽ അബുൽ അല മൗദൂദി ജമാഅത്തെ ഇസ്ലാമിന്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം ഹൈദരാബാദിൽ വെച്ച് അദ്ദേഹം പ്രസംഗത്തിന്റെ ആദ്യത്തെ റിപ്പോർട്ട്, അതിന്റെ 10ാമത്തെ വാർഷിക റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ അയാൾ പറയുന്നു, आखिर मैं एक बात की और तौजीह कर देना चाहता हूं कि फिक़्ह और कलाम के मसाइल में मेरा एक खास मसलक है जिसको मैंने अपनी ज़ाती तहक़ीक़ की बिना पर इख्तियार किया. എനിക്ക് നിങ്ങളോട് മൂപ്പര ഉദ്ഘാടന പ്രസംഗമാണ്. ജനാബത്ത് ഇസ്ലാമിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അബുൽ അല മൗദൂദി ജാഹിദാണ്, അദ്ദേഹം പ്രസ്താവിക്കുകയാണ്, എനിക്ക് നിങ്ങളോട് അവസാനമായി ഒരു കാര്യം ഉണർത്താനുണ്ട്. അതെന്താണ്? ഫിഖ്, ഇൽമുൽ കലാം, അഖീദ, ഇസ്ലാമിന്റെ അഖീദ. ഈ അഖീദയിലെല്ലാം തന്നെ എനിക്ക് ഒരു പ്രത്യേക വഴിയുണ്ട്. जिसको मैंने अपनी ज़ाती तहक़ीक़ की बिना पर इख्तियार किया हूं. അത് ഞാൻ സ്വന്തം കണ്ടുപിടിച്ചതാ. യാതൊരു കണ്ടുപിടുത്തത്തിനും ഇസ്ലാമിൽ ആവശ്യമില്ല തന്നെ. ഇസ്ലാമിൽ ഒരുവിധ കണ്ടുപിടുത്തത്തിനും ആവശ്യമില്ല. നമ്മുടെ മഹാന്മാരായ പൂർവികന്മാർ എന്ത് ചെയ്തോ അത് മനസ്സിലാക്കുകയല്ലാതെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അഷ്റഫുൽ ഖൽഖിന്റെ ബഹുമാനപ്പെട്ട മഹാന്മാരായ പരിശുദ്ധാത്മാക്കളായ മഹാന്മാരായ സ്വഹാബ അവരാരാണ്? അതിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസ്താവിച്ചു കൊള്ളുകയാണ്. അവരാരാണെന്ന് റബ്ബുൽ ഇസ്സത്ത് ഉണർത്തിയിട്ടുണ്ട് നമ്മളോട്. നോക്കൂ നിങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലകൊള്ളുന്ന അടിസ്ഥാന തത്വങ്ങൾ എത്ര വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണവര്? റബ്ബുൽ ഇസ്സത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്താവശ്യത്തിന് വേണ്ടി നിയോഗിച്ചു എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചുമതലയാണത്. ഓതി കേൾപ്പിക്കുക മാത്രം അല്ല, യുഅല്ലിമുഹുൽ കിതാബ്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ വിവക്ഷയും അതിന്റെ സാരാംശവും അതിന്റെ യഥാർത്ഥ ഉദ്ദേശവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കൂ എന്നത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കർത്തവ്യത്തിൽപ്പെട്ടതാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്.
ആ പഠിപ്പിച്ചു കൊടുക്കുന്ന അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം